രഞ്ജി ട്രോഫി ഫൈനലിൽ വിദർഭയ്ക്കെതിരെ കേരളം അല്പസമയത്തിനകം ഇറങ്ങും. ആദ്യ ദിനം 4 വിക്കറ്റിന് 284 റൺസിനാണ് വിദർഭ കളി അവസാനിപ്പിച്ചത്. 138 റൺസ് എടുത്ത ഡാനിഷ് മലേവാറും 5 റൺസ് എടുത്ത യാഷ് താക്കൂറുമാണ് ക്രീസിലുള്ളത്. വലിയ സ്കോറിലേക്ക് പോകാതെ രണ്ടാം ദിനം ആദ്യ സെഷനിൽ തന്നെ വിദർഭയുടെ വിക്കറ്റുകൾ വീഴ്ത്താനാണ് കേരളത്തിന്റെ ശ്രമം. മഹേഷ് പോലൂർ വിവരങ്ങൾ നൽകാനായി നാഗ്പൂരിൽ നിന്ന് തത്സമയം ചേരുന്നുണ്ട്. മഹേഷ്, രണ്ടാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. കപ്പല്ലാതെ നമ്മുടെ മുന്നിൽ യാതൊരുവിധ ലക്ഷ്യവുമില്ല. പക്ഷേ ഡാനിഷ് മലേവാർ ഇപ്പോഴും ക്രീസിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഇന്നത്തെ കേരളത്തിന്റെ ടാക്ടിക്സ് എങ്ങനെയായിരിക്കും? അമൃത, തീർച്ചയായും ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായക ദിനം തന്നെയാണ്. പ്രത്യേകിച്ച് ആദ്യ സെഷൻ എന്ന് പറയുന്നതാണ് ഏറെ നിർണായകം. കാരണം ഇന്നലെ പേസ് ബോളർമാർക്ക് ആനുകൂല്യം ലഭിച്ചിരുന്നത് ആദ്യ സെഷനിലായിരുന്നു. പിച്ചിലെ നേരിയ ഈർപ്പം പേസ് ബോളർമാരെ പിന്തുണച്ചിരുന്നു. അത് ഇന്നും തുടരും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. അങ്ങനെയെങ്കിൽ എം ഡി നിതീഷ്, ഏതൻ ആപ്പിൾടോം ഒപ്പം NP ബേസിൽ തുടങ്ങിയ പേസ് ബോളർമാരുടെ പ്രകടനം ഇന്ന് നിർണായകമാണ്. എം ഡി നിതീഷ് ഇന്നലെയും അതുപോലെ തന്നെ ഏതൻ ആപ്പിൾടോമും ആദ്യ സെഷനിൽ കൊണ്ടുവന്ന വിക്കറ്റ് 3 വിക്കറ്റുകളാണ് കേരളത്തിന് തുടക്കത്തിൽ ഒരു പ്രതീക്ഷ നൽകിയത്. പക്ഷേ പിന്നീട് കാര്യങ്ങൾ മാറി മറിഞ്ഞിരുന്നു. ഡാനിഷ് മലേവാറും കരുൺ നായരും ചേർന്ന് കെട്ടിപ്പൊക്കിയ 215 റൺസിന്റെ കൂട്ടുകെട്ട് അത് പൊളിഞ്ഞത് ഇന്നലെ 3-ാം സെഷനിൽ എത്തിയപ്പോൾ മാത്രമാണ്. അത് സൂചിപ്പിക്കുന്നത് ഇന്ന് രാവിലത്തെ സെഷനിൽ ബോളർമാർക്കുള്ള നേരിയ ആനുകൂല്യം കേരളത്തിന് മുതലാക്കാനായില്ലെങ്കിൽ കേരളത്തിന് വലിയ വില കൊടുക്കേണ്ടി വരും. പരുങ്ങലിലേക്ക് പോകും കേരളത്തിന്റെ കാര്യം. പ്രത്യേകിച്ച് ഒരു 350-400 എന്ന സ്കോറിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ അത് എത്തിപ്പിടിക്കുക എന്നത് കേരളത്തെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയിലേക്ക് പോകും. നാളെ തൊട്ട് പിച്ചിന്റെ സ്വഭാവം കുറെ കൂടി മാറുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കുറെ കൂടി ക്രാക്ക് പിച്ചിൽ കാണാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ സ്പിൻ ബൗളർമാരെയും തുണയ്ക്കുന്ന രീതിയിലേക്ക് പോകും. ഹർഷ് ദുബയെ പോലുള്ള ബൗളർമാർ അവർക്കുണ്ട്. 66 വിക്കറ്റാണ് ഈ സീസണിൽ ഹർഷ് ദുബെ നേടിയത്. അതുകൊണ്ട് തന്നെ ഹർഷ് ദുബയെ പോലുള്ള ബൗളർമാരെ നേരിടുക കേരളത്തിൻ്റെ ബാറ്റർമാരെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇന്ന് ഒരു പക്ഷേ ആദ്യ സെഷനിൽ മാക്സിമം വിക്കറ്റ് എടുത്തുകൊണ്ട് വിദർഭയെ സമ്മർദ്ദത്തിലാക്കുക. രണ്ടാമത്തെ സെഷനിൻ്റെ അവസാനത്തിന് മുൻപ് തന്നെ വിദർഭയെ പൂർണ്ണമായി ഒരു 300-350 കൊണ്ടുവന്ന് പുറത്താക്കിയാൽ ഈ 2 ദിനം ക്ഷമയോടെ കഴിഞ്ഞ കളികളിലൊക്കെ കേരളം പുറത്തെടുത്ത ടാറ്റിക്സിലൂടെ ലീഡ് കണ്ടെത്തുക, ആദ്യ ഇന്നിങ്സിൽ ലീഡ് കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് കേരളത്തിന് മുന്നിലുള്ള ഒരു പോംവഴി എന്ന് പറയുന്നത്. എന്നാലും ഇന്നലെ വൈകിട്ട് കരുൺ നായരുടെ വിക്കറ്റ് പോയതോടുകൂടിയാണ് കേരളം ഈ മത്സരത്തിലേക്ക് ഒന്ന് തിരിച്ചു വരുന്ന ഒരു സൂചന ലഭിച്ചത്. പക്ഷെ അപ്പോഴും നേരത്തെ അമൃത പറഞ്ഞതുപോലെ തന്നെ അവിടെ ഡാനിഷ് മലേവാർ 138 റൺസുമായി അദ്ദേഹം ക്രീസിലുണ്ട്. 21-കാരനാണ് ഡാനിഷ് മലേവാർ. കേരളത്തിൻ്റെ ബൗളർമാർക്ക് ഒരു അവസരവും ഇന്നലെ അദ്ദേഹം നൽകിയില്ല. പ്രത്യേകിച്ച് പിച്ചിൻ്റെ ഒരു ആനുകൂല്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ബാറ്റിലേക്ക് കൃത്യമായി പന്തെത്തുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാൾ ഉപരിയായി അദ്ദേഹത്തിൻ്റെ മികച്ച ക്ലാസിക് ഷോട്ടുകൾ, പ്രത്യേകിച്ച് ബാക്ക് ഫുട്ടിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഷോട്ടുകൾ എന്ന് പറയുന്നത് വളരെ മികച്ച ഷോട്ടുകളായിരുന്നു. അപ്പോൾ ഡാനിഷ് മലേവാറിനെ പുറത്താക്കുക, യാഷ് താക്കൂറിനെ പുറത്താക്കുക. പക്ഷെ അതിനപ്പുറത്തേക്ക് അക്ഷയ് വാഡ്കർ ഉൾപ്പെടെയുള്ള അവരുടെ ബാറ്റർമാർ ഇനിയും വരാണ്ട്. വെല്ലുവിളിയാണ് കേരളത്തിന് ഇന്നത്തെ ദിനം. ആദ്യ സെഷൻ നിർണായകമാണ്.